ഹോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫേസ് സ്ക്രബ് എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ നമ്മള് ഫേസ് സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് സസ്പെൻഡിങ് ഫേസ് വാഷിന്റെ ബേസ് ആണ് കേട്ടോ. ഇത് നമ്മുടെ നോർമലി ഫേസ് വാഷ് ബേസ് പോലെയല്ല, ഇതിൽ നിറച്ച് ബബിൾസ് പോലെ ഇങ്ങനെ കാണുന്നില്ലേ, ഇതാണ് ഈ ബേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സസ്പെൻഡിങ് ഫേസ് വാഷ്. പിന്നെ നമുക്ക് ഗ്രീൻ ബീഡ്സ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഗ്രീൻ ബീഡ്സ് കേട്ടോ. ഇതില് വാൽനട്ടിന്റെ ബീഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോഫിയുടെ ബീഡ്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ബീഡ്സ് ആണ്. പിന്നെ നമ്മളിത് നയാസിനമൈഡ് ആണ് കേട്ടോ, നാച്ചുറൽ നയാസിനമൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള സ്മെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വൈറ്റമിനി ആണ്. പിന്നെ നമ്മൾ കളർ കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇതിനനുസരിച്ചിട്ട് അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ സാധാരണ ഫേസ് വാഷിന്റെ ബേസിൽ നമ്മൾ എക്സ്ട്രാക്റ്റുകൾ ആഡ് ചെയ്യാറുണ്ട്, ഫ്രഷ് ജ്യൂസുകൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഫേസ് സ്ക്രബിൽ നമുക്ക് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, ഈ ബേസിൽ നമുക്ക് ഒന്നും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ബീഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഗ്രീൻ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കൊരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്, നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ 200 ml ബേസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നയാസിനമൈഡ് ആണ് കേട്ടോ. നാച്ചുറൽ നയാസിനമൈഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഡ്രോപ്പോളം ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിനി ഓയിലാണ്. അപ്പോൾ വൈറ്റമിനി നമുക്കൊരു 3-4 ഡ്രോപ്പോളം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനെക്കാട്ടും മുന്നേ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ബീഡ്സ് ഇതിലെ ഈ ബേസിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, നിറച്ച് ബബിൾസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബീഡ്സ് താഴെ പോവില്ല, അല്ലെങ്കിൽ സാധാരണ ബേസൊക്കെ ആണെങ്കിൽ ഇത് താഴെ പോയി കിടക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കളറോടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ കളറ് ഒരു ഡ്രോപ്പാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കളർ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഇവിടെ കളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കളർ ആഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ കളർ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫേസ് സ്ക്രബ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഗ്രീൻ ബീഡ്സ് ഇതിൽ കിടക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ നമുക്ക് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, പക്ഷെ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. ഇനി നമുക്കിതിൻ്റെ pH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ശകലം എടുത്തിട്ട് അത് കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ pH പേപ്പറാണ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും pH പേപ്പർ. അപ്പോൾ അതൊരെണ്ണം എടുത്ത് നമുക്ക് ഇതിൻ്റെ pH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതേ pH നമുക്ക് 5 തന്നെയാണ്, ഇതിന് കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 5-6 ആ ഇതിൽ തന്നെയാണ് നമ്മുടെ pH കിട്ടിയിട്ടുള്ളത്. എപ്പോഴും നോർമലായിട്ടുള്ള pHൽ 5-6 ഒക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ pH. അതിലുള്ളത് യൂസ് ചെയ്യണതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ബോട്ടിലേക്ക് നിറയ്ക്കാം കേട്ടോ. അപ്പോൾ 100 ml ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 100 ml നമുക്ക് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ക്യാപ്പ് ഗോൾഡൻ ക്യാപ്പാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്, ട്രാൻസ്പെറൻറ്റ് ബോട്ടിലേക്കാണ് കേട്ടോ നമ്മൾ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ നിറയ്ക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഫേസ് സ്ക്രബ് കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ 2 ബോട്ടിലേക്കാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് ഫേസ് സ്ക്രബ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ 2 ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ടൈപ്പ് ബോട്ടിലാണ് കേട്ടോ വരുന്നത്.
5 മിനിറ്റിൽ തന്നെ നമ്മുടെ ഗ്രീൻ ബീഡ്സിന്റെ ഫേസ് സ്ക്രബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫേസ് സ്ക്രബാണ്. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ്, ഷാംപൂ മേക്കിംഗ്, അതുപോലെ ലിപ് ബാം മേക്കിംഗ്, ക്രീം മേക്കിംഗ് എല്ലാ കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാര് ഇതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റുകൾ മേടിച്ചിട്ട് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് നമ്മുടെ ന്യൂ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ pH വരുന്നത് 5-6, അതിന്റെ മിഡിലായിട്ടാണ് 5 or 6 ആണ് നമ്മുടെ ഫേസ് വാഷിന്റെ pH വരുന്നത് കേട്ടോ. നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന pH ആണ്. അപ്പൊ pH ഒക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അപ്പൊ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് pH ചെക്ക് ചെയ്താൽ മതി. ഞാൻ pH ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്, പക്ഷെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താറില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. തൃശ്ശൂര് വരടിക എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ വന്നിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.